ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു മീൻ കറി ചെറിയ ചാള പറ്റിച്ചത് ഒരു രീതിയിൽ വയ്ക്കാൻ പോവുകയാണ്. അതിൽ നമ്മുടെ ചാള കഴുകി വൃത്തിയാക്കി കറിവേപ്പില ഉണ്ട്. പിന്നെ അതാ ഇവിടെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുണ്ട്. ഇതിനകത്ത് ഞാൻ കീറിയിട്ടിട്ടുണ്ട് ഇഞ്ചി. പിന്നെ നമ്മളിവിടെ പറയുന്നതുകൊണ്ട് ഈ വടക്കംപുളി, പിണംപുളി എന്നൊക്കെയാണ്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നല്ല പുളിയാണ്, അതുകൊണ്ട് ഞാൻ 3 കഷ്ണമേ ഉള്ളൂ. കുറച്ച് കറി വെച്ചാൽ മതി. ഇപ്പം ഞാനിത് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. ഈ പുളി അതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഞാനിത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത് കറി വയ്ക്കാനായിട്ട് പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയാണ്. അപ്പോൾ മൺചട്ടി ഒന്ന് ചൂടാവട്ടെ. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉലുവയും കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് വറ്റൽ മുളക് കൂടെ അതിനകത്തിടാം. കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി അതിനകത്തോട്ടിടാം. ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർക്കാം. ഇവിടെ എരിവ് കുറച്ച് മതിയുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടി എടുക്കുന്നുള്ളൂ. പറ്റിച്ചെടുക്കാനല്ലേ, അപ്പോൾ കുറച്ച് മതി. കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ എടുക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. എന്നിട്ട് കലക്കിയെടുക്കണം. ഇതൊരു വിധം മൂത്തിട്ടുണ്ട്. ഞാൻ കലക്കി വെച്ചേക്കുന്ന ഈ അരപ്പിനകത്തോട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ തീ കൂട്ടി വെച്ച് ഇത് നല്ലോണം എണ്ണ തെളിയുന്ന വരെ നമുക്ക് ഇത് ആക്കിയെടുക്കണം. നല്ലോണം പച്ചമണമൊക്കെ മാറി. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന്. ഇത് പറ്റിച്ച് വയ്ക്കാനല്ലേ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ചാൽ മതി. കുറച്ചുകൂടെ ഒഴിക്കാം. ഒരു നന്നായിട്ട് പറ്റി വരണം. അപ്പോൾ നമുക്ക് പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് പുളി അതിനകത്തോട്ടിടാം. പുളി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് 2 പച്ചമുളക് കൂടെയൊക്കെ ചതയ്ക്കുന്നവരുണ്ട്, എരി ആവശ്യമുള്ളവർക്ക്. പക്ഷേ ഇവിടെ എരി ആരും അധികം ഉപയോഗിക്കത്തില്ല. അപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കാം. കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മീൻ അതിനകത്തോട്ട് ഇടാം. ഇത് പറ്റിച്ച് വയ്ക്കുന്ന കറിയാണ്. അരപ്പ് കൂട്ടി ചോറ് കഴിക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തിടാം. കറിവേപ്പിലയും കൂടെ അതിനകത്തിട്ടിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് മീൻ നന്നായി പറ്റിച്ചെടുക്കണം. മീൻ വേവണം, നന്നായിട്ട് പറ്റിച്ചെടുക്കണം. തീ കുറച്ച് വയ്ക്കുക. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കറി റെഡിയായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കറി. എരിവൊക്കെ കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് മുളകൊക്കെ ചേർക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ചേർക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ചതയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചതയ്ക്കാം. ഇവിടെ എരി കുറവ് മതി, അതുകൊണ്ട് ഞാൻ മുളക് ചേർക്കാഞ്ഞത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.